ഏതൊരു പാഴ്വസ്തു നമ്മൾ രണ്ടാമതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ സാധനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ ഈ ടെറസയിലെ കുറച്ച് സാധനങ്ങൾ ഉണങ്ങാൻ വെച്ചിരുന്നു. ഇത് ഈ നെറ്റൊക്കെ ഇട്ട് മൂടി ഈ പാത്രത്തിനകത്ത്. ഇത് 2-3 ദിവസമായപ്പോൾ നമ്മൾ ഈ വെയിലത്ത് വെച്ചിട്ട് സംഭവം എന്താണെന്നറിയാമോ? നമ്മുടെ മുട്ടത്തോടാണ്. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഉഗ്രം വളം ഉണ്ടാക്കാം. ഈ മുട്ടത്തോടെ പൊടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഒന്ന് നല്ല പോലെ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ബക്കറ്റിൻ്റെ അടപ്പാണ്, അതിലേക്ക് ഇതിനെല്ലാം പെറുക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് ഒരു നെറ്റിട്ട് മൂടി. ഇതാണേലും കാക്ക കൊണ്ടുപോയിരുന്നു, അത് മാത്രമേ നമ്മുടെ ഇൻറ്റൻഷനുള്ളൂ. അപ്പം നല്ല ഒരു 3 ദിവസത്തെ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്പിയായി. തൊട്ടാൽ പോലും ഇതുപോലെ സൗണ്ടാണ് ഇത്. ഇനി നമുക്കിതിനെ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറേ ദിവസമായിട്ട് ഞാൻ കോഴികൾക്ക് കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ മുട്ടത്തോടൊക്കെ കാക്ക കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റിട്ടാണ് മൂടിയത്. പക്ഷേ ഇത് നെറ്റ് വലിയ നെറ്റല്ല, ഇതൊരു ചാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് നമ്മൾ വളം കിട്ടിയപ്പോൾ ഇതിനകത്തിട്ടാണ്. ഇത് കണ്ടോ, ഇതൊരു ശരിക്കും ഒരു ചാക്ക് തന്നെയാണിത്. പക്ഷേ നെറ്റിൻ്റെ ചാക്കാണ്. അത് നമ്മൾ ഇവരത് വളങ്ങളെല്ലാം കൂടി ഇട്ട് കെട്ടിയാണ് തരുന്നത്. ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അത് മുറിക്കാതെ അഴിച്ചെടുത്ത് കഴിഞ്ഞത് ഇങ്ങനൊരു ചാക്കാക്കാം. പക്ഷേ ഈ ചാക്ക് നമുക്കെന്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉണങ്ങാനിടുമ്പോൾ കാക്ക കൊണ്ടുപോകാതെ അതിന് മുകളിൽ മൂടിയിടാനും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ചാക്കിനെ ഒരു ഡബിൾ ലെയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മുറിച്ചൊന്നുമില്ല. ചാക്കായിട്ടും ഉപയോഗിക്കാം, നെറ്റായിട്ടും ഉപയോഗിക്കാം. സംഭവമേ റീയൂസബിൾ ആയതുകൊണ്ട് നമുക്കിതിന് മടക്കി സൂക്ഷിച്ചു വയ്ക്കാം. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണങ്ങണമെങ്കിൽ നമുക്കിത് തന്നെ ഉപയോഗിക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാനും എളുപ്പമാണ്.